നമ്മൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് തന്നെയാണ് വീണ്ടും പോകുന്നത്. അവിടെ നിന്നുള്ളത് അപകടം നടന്ന സ്ഥലത്തെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്രത്തോളം വലിയൊരു അപകടമാണ് ഉണ്ടായത് എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് വിവരണമൊന്നും ആവശ്യമില്ലാതെ ഈ ദൃശ്യങ്ങൾ നമ്മളോട് ഈ അപകടത്തിന്റെ വ്യാപ്തിയും തീവ്രതയും ആഘാതവും ഒക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. മറ്റു ഭാഗങ്ങളും ഇപ്പോൾ ഇടിഞ്ഞു വീണ ഈ പൂർണ്ണമായും തകർന്ന ഈ ഭാഗം മാത്രമല്ല, തൊട്ടടുത്ത് നിൽക്കുന്ന ആ നീല പെയിന്റ് അടിച്ച ഭാഗമൊക്കെ ഇപ്പോൾ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴാറായ നിലയിലാണെന്നാണ് നമ്മൾ അകത്തു നിന്നുള്ള ദൃശ്യങ്ങൾ കണ്ടപ്പോൾ മനസ്സിലാക്കുന്നത്. 2 പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. 11 വയസ്സുകാരിയായ അലീനയ്ക്ക് പരിക്കുണ്ട്. അതോടൊപ്പം തന്നെ 2 മുതിർന്നവരും ആ സമയത്ത് അപകടം നടന്ന സമയത്ത് ഈ കെട്ടിടത്തിന് പുറത്തുണ്ടായിരുന്നു. അവർക്കാണ് പരിക്ക് പറ്റിയത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്ന വിവരം. ഇപ്പോൾ ഹിറ്റാച്ചി എത്തിച്ചിട്ടുണ്ട്. കോൺക്രീറ്റ് നീക്കി പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഷിനോജ് ജസ്റ്റ് നമുക്കിപ്പം വിവരങ്ങളുമായി തുടരുന്നുണ്ട്. ഷിനോജ്, ഒരു സ്ത്രീയെ കാണാനില്ല എന്നുള്ളൊരു പരാതി ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട്, ഒരു സംശയമുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു വ്യക്തത വന്നിട്ടുണ്ടോ? സ്ഥിരീകരിക്കാവുന്ന തരത്തിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല. പോലീസുമായി സംസാരിക്കുമ്പോൾ പോലും അത്തരത്തിലൊരു പരാതി അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. തലയോലപ്പറമ്പ് സ്വദേശിനിയാണ്. പക്ഷേ സ്ഥിരീകരിക്കാവുന്ന തരത്തിൽ ഇതിനിടയിൽ പെട്ടുപോയതാണോ അവരെ മറ്റെവിടെയെങ്കിലും പോയതാണോ സംബന്ധിച്ച ഒരു വ്യക്തത ഇപ്പോഴും പോലീസിനെ സംബന്ധിച്ച് ഒന്നും തന്നെ ഇല്ല. എന്തായാലും അവരുടെ ഇപ്പോൾ പരിഗണന എന്ന് പറയുന്നത് ഫയർഫോഴ്സും പോലീസും ഒക്കെ ചെയ്യുന്നത് ഈ കെട്ടിടത്തിന്റെ ഈ പൊളിഞ്ഞു വീണ കോൺക്രീറ്റ് പാളികൾ അത് പൂർണ്ണമായി അവിടെ നിന്ന് മാറ്റുക, അതിന്റെ ഇടയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് സംബന്ധിച്ച് നോക്കുക. ഇതാണ് പോലീസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3 ഹിറ്റാച്ചി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഹിറ്റാച്ചി ഉപയോഗിച്ച് ഇത്തരത്തിൽ ഈ കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് പാളികൾ ഉൾപ്പെടെയുള്ള അവശിഷ്ടങ്ങൾ ഉൾപ്പെടെ ഇവിടെ നിന്ന് മാറ്റുന്ന നടപടികളിലേക്കാണ് പോലീസ് ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ പരിക്കേറ്റ കുട്ടി എന്ന് പറയുന്നത് അലീന, 11 വയസ്സ് മാത്രമാണ് പ്രായം. ആ കുട്ടി ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ്. അതിനൊപ്പം തന്നെ ഈ കെട്ടിടത്തിന്റെ മെഡിക്കൽ കോളേജിന്റെ പല കെട്ടിടങ്ങളും പ്രത്യേകിച്ച് ഹോസ്റ്റൽ ഉൾപ്പെടെയുള്ളവ ഈ തരത്തിലാണ്, അതായത് പഴയ കെട്ടിടങ്ങളാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നമ്മോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്. എന്തായാലും ഈ കെട്ടിടം ഈ പൊളിഞ്ഞു വീണ കെട്ടിടത്തിന്റെ സമീപത്ത് ചേർന്ന് തന്നെ ഉണ്ടായിരുന്ന ഭാഗങ്ങൾ നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതുപോലെ അവിടെയൊക്കെ തന്നെ രോഗികളുണ്ടായിരുന്നു. 100 കണക്കിന് രോഗികൾ അവിടെ ചികിത്സയിലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഓർത്തോ സർജറി ആയിരുന്നു. അതിനാൽ തന്നെ കാലിലും കൈക്കും ഒക്കെ തന്നെ കമ്പിയിട്ട് കിടപ്പിലായ രോഗികൾ. മെഡിക്കൽ കോളേജാണ്, വളരെ സീരിയസ് ആയ രോഗികൾ മാത്രമായിരിക്കും അവർ അഡ്മിറ്റ് ചെയ്യുക എന്നൊരു കാര്യം കൂടിയുണ്ട്. അത് നമ്മൾ എടുത്ത് പറയണം. കാരണം അത്തരത്തിൽ സീരിയസ് ആയിട്ട് കിടക്കുന്ന രോഗികളാണ്. ആ രോഗികളാണ് ഇത്തരത്തിൽ ഈ അപകടത്തിൽ അവിടെ ഈ കെട്ടിടത്തിന്റെ അപകടത്തിൽപ്പെട്ട കെട്ടിടത്തിനൊപ്പമുണ്ട ഭാഗത്ത് ചികിത്സയിൽ കഴിഞ്ഞിരുന്നത്. അവരെ എത്രയും പെട്ടെന്ന് തന്നെ പൂർണ്ണമായും സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറ്റാൻ കഴിഞ്ഞു. അതിനാൽ തന്നെ വലിയൊരു അപകടം ഒഴിഞ്ഞു പോയി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നേരത്തെ നമ്മൾ സംസാരിച്ച പല ഡോക്ടറും ഷിനോജിനോട് നേരത്തെ സംസാരിച്ച അമ്മയൊക്കെ പറയുന്നുണ്ടായിരുന്നു കുഞ്ഞിനെ എടുത്ത് ഓടുകയായിരുന്നുവെന്ന്. അതായത് ആ ഒരു ശബ്ദം കേട്ട് ഭയന്ന ആളുകൾ സ്വയം രക്ഷ നോക്കിയത് കൊണ്ടാണ് വലിയൊരു അപകടം ഒഴിവായത്. ഷിനോജ്, തീർച്ചയായും ഈ വാർത്ത ആദ്യം നമ്മൾ വിളിച്ചു പറയുന്നത് ഇവിടുത്തെ ജൂനിയർ ഡോക്ടർമാരാണ്, PGക്കും ഒക്കെ പഠിക്കുന്ന ഡോക്ടർമാരാണ് ആദ്യം നമ്മൾ വിളിച്ചു പറയുന്നത്. അവർ പറയുന്നത് ചേട്ടാ പെട്ടെന്ന് പറഞ്ഞത് വളരെ അമ്മമാരും ഒക്കെ തന്നെ വളരെ രോഗികളൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങി ഓടുന്ന ഒരു അവസ്ഥയാണ്, വളരെ പാനിക്കായിട്ടുള്ള അവസ്ഥയാണ് എന്നാണ് ആദ്യഘട്ടത്തിൽ കിട്ടുന്ന വിവരം എന്ന് പറയുന്നത്. കാരണം ആ രീതിയിലുള്ള സാഹചര്യമായിരുന്ന അവസ്ഥയായിരുന്നു ഇവിടേക്ക് ആദ്യഘട്ടത്തിൽ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഈ ഘട്ടത്തിലുള്ള ആദ്യഘട്ടത്തിൽ നമ്മൾ രക്ഷാപ്രവർത്തനമൊക്കെ നടത്തി ആളുകളൊക്കെ സംസാരിക്കുന്ന സമയത്ത് വളരെ ഭീതികരമായ അവസ്ഥയിൽ തന്നെയായിരുന്നു കടന്നുപോയിരുന്നത്. എന്തായാലും 3 പേർക്ക് മാത്രമാണ് പരിക്കുള്ളത്. അതിൽ ഒരാൾ അലീന എന്ന് പറയുന്ന 11 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടി, ആ കുട്ടിയാണ് ഇപ്പോൾ കാഷ്വാലിറ്റിയിൽ ചികിത്സയിൽ കഴിയുന്നത്. മറ്റ് 2 പേരുടെ പരിക്ക് എന്ന് പറയുന്നത് വളരെ കാര്യമുള്ള പരിക്കിൽ ചെറിയ പരിക്ക് മാത്രമാണുള്ളത്. കാഷ്വാലിറ്റിയിൽ ചികിത്സയിലുള്ളത് എന്ന് പറയുന്നത് ഈ കുട്ടി മാത്രമാണ്. എന്തായാലും ഇപ്പോഴും ഈ ഹിറ്റാച്ചി ഉപയോഗിച്ചുള്ള ഈ കെട്ടിട കോൺക്രീറ്റ് പാളികൾ അവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടക്കുകയാണ്. ആ ഭാഗത്തേക്കൊക്കെ തന്നെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും ഈ ട്രോളി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ നിന്ന് മാറ്റുന്നുണ്ട്. എന്തായാലും ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ പ്രത്യേകിച്ച് നേരത്തെ മന്ത്രിയൊക്കെ പറഞ്ഞത് ഈ രണ്ടാമത് അതിന്റെ ഈ നിലയിൽ പൂർണ്ണമായും ആരും കയറുന്നില്ല. ഈ സാധനങ്ങൾ പഴയ സാധനങ്ങളൊക്കെ തന്നെ കൊണ്ടിട്ടിരിക്കുന്ന സ്ഥലമായിരുന്നു. അങ്ങനെയുള്ള വീൽ ചെയർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ. ശരി ഷിനോജിലേക്ക് മടങ്ങി വരാം. ശ്രീ കെ അബ്ദുലാൽ കൂടി അവിടേക്ക് എത്തിയിട്ടുണ്ട്. വിവരങ്ങൾ തേടാം നമുക്ക്. ദൃശ്യങ്ങളിലേക്ക് കൂടുതൽ ദൃശ്യങ്ങളിലേക്കും പ്രതികരണങ്ങളിലേക്കൊക്കെ നമുക്ക് പോകേണ്ടതുണ്ട്. വലിയൊരു അനാസ്ഥ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഈ ദൃശ്യങ്ങൾ നമ്മളോട് പറയുന്നത് അനാസ്ഥയുടെയും അശ്രദ്ധയുടെയും ഏറ്റവും വലിയ ഉദാഹരണമാണിത്. ഇപ്പോൾ ഈ തകർന്ന് വീണിരിക്കുന്ന ഈ കെട്ടിടം നമ്മളോട് പറയുന്ന കാര്യങ്ങൾ അതാണ്. നമുക്കറിയേണ്ട കുറെ കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും ബലക്ഷയം ആ കെട്ടിടത്തിന് ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞിട്ടും അതിലൊരു നടപടിയും നമ്മുടെ അധികൃതർ, നമ്മുടെ ആരോഗ്യ വകുപ്പ്, നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എന്തുകൊണ്ട് നടപടികൾ സ്വീകരിച്ചില്ല എന്ന ചോദ്യമുണ്ട്.